ഞാൻ വന്നിട്ടുള്ളത് മെയിലത്തെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് ആൻഡ് മൂവീസ് ലിസ്റ്റ് ആയിട്ടാണ്. സോ ഇനിയുള്ള ഫെർദർ മന്ത്സ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ഒരു മന്തിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ മന്തിന്റെ എൻഡിലോ ആയിട്ടൊക്കെ നമ്മൾ ഇടുക. സോ വീഡിയോയിലേക്ക് പോകാം. സോ മെയ് ഫസ്റ്റിൽ തന്നെ ഞാൻ വളരെ ആന്റിസിപ്പേഷനോടെ കാത്തിരിക്കുന്ന സിനിമയാണ് റെട്രോ. സോ സൂര്യ നായകനായിട്ട് എത്തുന്ന കാർത്തിക് സുബ്രാജ് ഡയറക്ടർ സിനിമ റെട്രോ. സോ സൂര്യന്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങിയ ലാസ്റ്റ് പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. സോ നല്ലൊരു പടം വിചാരിക്കുന്നു. ട്രെയിലർ വളരെ പ്രോമിസിംഗ് ആയ ട്രെയിലറും ആയിരുന്നു. സോ നെക്സ്റ്റ് മെയ് ഫസ്റ്റ് ഞാൻ ഇറങ്ങുന്ന മറ്റൊരു സിനിമയാണ് തണ്ടർ ബോൾസ്. MCUവിലെ പുതിയൊരു സിനിമയാണ് തണ്ടർ ബോൾസ്. സോ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ ചവറായിരുന്നു. ഇത് നല്ലതാവെന്ന് വിചാരിക്കാം. സോ മെയ് ഫസ്റ്റ് തന്നെ ഇറങ്ങുന്ന മറ്റൊരു സിനിമയാണ് ഹിറ്റ് 3. നാനി പ്രധാന എത്തുന്ന സിനിമയാണ് ഹിറ്റ് 3. സോ ഇത് ഹിറ്റ് ഫ്രാഞ്ചൈസിന്റെ മൂന്നാമത്തെ സിനിമയാണ്. അതുപോലെ തന്നെ ഇതൊരു വളരെ വയലന്റ് ആയിട്ടുള്ള മൂവിയാണെന്നാണ് പറയുന്നത്. സർട്ടിഫൈഡ് ആണ് ഈ സിനിമ. അതുപോലെ തന്നെ മെയ് ഫസ്റ്റിലെ നെക്സ്റ്റ് ഇറങ്ങുന്ന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇതിന് ഡേറ്റ് മെയ് ഫസ്റ്റ് ആണ് കാണിച്ചെങ്കിൽ പോലും ഇത് ഇറങ്ങുന്നുള്ളൊരു കൺഫർമേഷൻ ഇപ്പോഴും കിട്ടില്ല. കാരണം ബുക്ക് മൈ ഷോയിലൊക്കെ ഇപ്പോഴും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല. നിലവിൽ ബുക്കിംഗ് ക്ലോസ് ആയിട്ട് കിടക്കുന്നത്. അറിയില്ല ഇറങ്ങുന്നുണ്ടോ നാളെ എന്നുള്ളത്. നാളെ കണ്ടറിയാം. അതുപോലെ മെയ് ഫസ്റ്റിന് റെയ്ഡ് 2 എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ ഇറങ്ങുന്നുണ്ട്. അതുപോലെ മെയ് ഫസ്റ്റിന് അതുപോലെ തമിഴിൽ നിന്നും ടൂറിസ്റ്റ് ഫാമിലി പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതില് നടന്മാരൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരു തമിഴില് ടോളിവുഡിനൊക്കെ എടുത്തു വരാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ മെയ് 2 മലയാളത്തിൽ നിന്ന് ഒരു 3D ചിത്രം വരുന്നുണ്ട്, ലവ്ലി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മാത്യു തോമസ് ആണ് ഇതിൽ പ്രധാനമാശം ചെയ്യുന്നത്. ഒരു ഈച്ചയൊക്കെയാണ് ഇതിൽ മെയിൻ ക്യാരക്ടറൊക്കെ ആയിട്ട് വരുന്ന പോലെയാണ് ഈ ട്രെയിലർ കണ്ടിട്ടുള്ളത്. ഒരു സംസാരിക്കുന്ന ഈച്ചയൊക്കെ. അതുപോലെ തന്നെ മെയ് 4 ദ വാക്കിംഗ് ഡെഡിന്റെ ഡെഡ് സൊസൈറ്റി സീസൺ 2 ഇറങ്ങുന്നുണ്ട്. സോ ഇതിന് ആമസോൺ പ്രൈം വഴിയാണ് ഇറങ്ങുന്നത്. ദ വാക്കിന്റെ ഫ്രാഞ്ചൈസിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആണിത്. മെയ് 8 സർക്കിൽ എന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആസിഫിലാണ് ഇതിൽ പ്രധാനമാശം ചെയ്യുന്നത്. മെയ് 8 തന്നെ പടക്കളം എന്നുണ്ട് വേറെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂടും ഷറഫുദ്ദീൻ ആണ് ഇതിൽ പ്രധാനമാശം ചെയ്യുന്നത്. ഇതൊരു കോമഡി അഡർട്ടൈൻമെന്റ് പോലെ തോന്നി ട്രെയിലർ കണ്ടപ്പോ. സുരാജ് വെഞ്ഞാറമ്മൂടെ പഴയ കോമഡിയും ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ട്രെയിലർ കണ്ടപ്പോ. അതുപോലെ തന്നെ മെയ് 8 സുമതി വളവ് എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ കോമഡി സാധനം വരുന്നുണ്ട്. ഒരു അർജുന അശോകനാണ് ഇതിൽ പ്രധാനമാശം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെബ് സീരീസിലും ഷോർട്ട് ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ സുമതി വളവ് എന്നുള്ളത്. പൊതുവെ എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. രസമുണ്ടാവുന്ന കരുതുന്നു. ട്രെയിലർ കുഴപ്പമുണ്ടായിരുന്നില്ല. മെയ് 9 ക്ലൗൺ ഇൻ എ കോൺഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ലാഷർ ഹൊറർ സ്ലാഷർ മൂവി വരുന്നുണ്ട്. അതുപോലെ മെയ് 9 തന്നെ ഷാഡോ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. മെയ് 9 ഭൂൽ ചുക് മാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. സോ രാജ്കുമാർ റാവുവും വമികയാണ് ഇതിൽ മെയിൻ ലീഡ് ചെയ്യുന്നത്. സോ നല്ല ഹിന്ദി ചിത്രം വരുന്നു. മെയ് 9 പ്രിൻസ് ആൻഡ് ഫാമിലി കൊണ്ട് ദിലീപ് ചിത്രം വരുന്നുണ്ട്. സോ ഇതിൽ ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്നുണ്ട്. മാത്രമല്ല ഷാരിസ് മുഹമ്മദ് ആണ് ഇതിന്റെ എഴുത്ത് ചെയ്തിട്ടുള്ളത്. സോ ചിലപ്പോൾ നല്ലൊരു സിനിമ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെയ് 15 ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് സീസൺ 4 ഇറങ്ങുന്നുണ്ട്. ഇതിന് സീസൺ 1, 2, 3 സൂപ്പർബ് ആയിരുന്നു. എസ്പെഷ്യലി സീസൺ 1. സോ ഇത് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് പുറത്തിറങ്ങുന്നത്. സോ കണ്ടിട്ടില്ലെങ്കിൽ സീസൺ 1 കാണുക. അതുപോലെ ഈ 4 മിക്കവാറും അടിപൊളിയായിരിക്കും. കാരണം ഇതിന്റെ ട്രെയിലർ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു ആന്തോളജി സീരീസ് ആണ്, ആനിമേറ്റഡും ആണ്. സോ മെയ് 15 ഡസ്റ്റർ എന്നുള്ള സീരീസ് ഇറങ്ങുന്നുണ്ട്. സോ ഇത് HBO Max വഴിയാണ് ഇറങ്ങുന്നത്. നമ്മൾ ജോഷ് ഹോൾവേ ലോസ്റ്റിലൊക്കെ സോ എന്ന ക്യാരക്ടർ ജോഷ് ഹോൾവേയാണ് പ്രധാനമാശം ചെയ്യുന്നത്. മെയ് 16 ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. സോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരു വലിയൊരു ഫ്രാഞ്ചൈസ് ആണ്. അപ്പോ ഇത് ഞാൻ ഈ ഫ്രാഞ്ചൈസ് കണ്ടിട്ടില്ല. നല്ല ഫ്രാഞ്ചൈസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ മെയ് 15 ആകുമ്പോഴത്തേനും ഈ ഫ്രാഞ്ചൈസ് കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ പടം കണ്ടിട്ട് റിവ്യൂ പറയണ്ട്. സോ മെയ് 16 നരിവേട്ട എന്ന് പറഞ്ഞിട്ട് ടൊവിനോ തോമസിന്റെ പുതിയ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നല്ല ട്രെയിലർ ആയിരുന്നു. മെയ് 16 തമിഴിൽ നിന്നും മാമൻ എന്നൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. സൂര്യ പ്രദാനം ചെയ്യുന്ന സൂര്യനെ എഴുതിയിട്ടുള്ള സിനിമയാണ് മാമൻ. അതുപോലെ മെയ് 16 ഡിക്റ്റേറ്റീവ് ഉജ്ജൽ എന്നൊരു ധ്യാൻ ശ്രീനിവാസൻ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. സോ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മുന്നിലായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നൊക്കെ കണ്ടറിയാം. അത് ട്രെയിലർ നല്ല പ്രോമിസിംഗ് ആയിരുന്നു. മെയ് 16 മർഡർ ബോർഡ് എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ആപ്പിൾ TV Plus വഴിയാണ് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ മെയ് 22 സൈലൻസ് എന്ന് പറഞ്ഞൊരു ഡാർക്ക് കോമഡി ജേർണലിൽ വരുന്ന ഒരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ മെയ് 23 മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ ടാക്ലിംഗ് പുറത്തിറങ്ങുന്നുണ്ട്. സോ ഈ മിഷൻ ഇമ്പോസിബിൾ തന്നെ ഒരു 8ാമത്തെ മൂവിയാണിത്. സോ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു സീരീസ് ആണ്, മൂവി ഫ്രാഞ്ചൈസ് ആണ് മിഷൻ ഇമ്പോസിബിൾ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ഈ ചങ്ങായി ചെയ്തിട്ടുണ്ടാവുക. ചെറുപ്പം തൊട്ടേ നമ്മള് പല സ്റ്റണ്ടുകളും മൂപ്പർ ചെയ്താണ്ടാണ്. ഇനി ഇതിപ്പോ ഇത് എൻഡിങ് ആണ് ഈ ഫ്രാഞ്ചൈസിന്റെ. നമുക്ക് ഞാൻ വളരെയധികം ആന്റിസിപ്പേഷനോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മെയിലത്തെ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്. സോ മെയ് 23 മെയ് 23 തന്നെ മറ്റൊരു ഡിസ്നി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്, ലീലോ ആൻഡ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട്. മെയ് 23 പെൻഡിറ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ ഷറഫുദ്ദീനാണ് ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും തോന്നുന്നു. അതുപോലെ മെയ് 23 ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ആപ്പിൾ TV Plus വഴിയാണ് ഇത് പുറത്തിറങ്ങുന്നത്. അതുപോലെ മെയ് 13 കരാട്ടെ കിഡ് ലെജൻഡ്സ് എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. സോ ഇതിൽ ജാക്കി ചാനൊക്കെ കാണുന്നുണ്ട്.
സോ കരാട്ട കിഡ് ഫ്രാഞ്ചൈസിലെ ഒരു 6th ഇൻസ്റ്റാൾമെന്റ് മൂവിയാണിത്. സോ ഞാൻ ആ ഫ്രാഞ്ചൈസ് മൊത്തത്തിൽ കണ്ടിട്ടില്ല. നമ്മളെ ജെയ്ഡ് സ്മിത്തിന്റെ ഒക്കെ കരാട്ട കിഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കോബ്രക്കായും ആയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ കോബ്രക്കായും ഞാൻ സീരീസ് കണ്ടിട്ടില്ല. സോ ഇത് കണ്ടു നോക്കാം. സോ മെയ് 13 തന്നെ കിങ്ഡം എന്നുള്ള സിനിമ കൊടുത്തിട്ടുണ്ട്, വിജയ് ദേവർകൊണ്ട പ്രധാന എഴുതുന്നത്. സോ ഇതിലെ ബിജിഎം ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു, വളരെ ഹിറ്റ് ആയിട്ടുള്ള ബിജിഎംസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഇതില്. സോ ഇതാണ് ഈ മാസത്തിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ്. സോ ഇതിൽ ഞാൻ മിസ്സാക്കിയിട്ടുള്ള വല്ല സിനിമകളോ സീരീസുകളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റേ വീഡിയോ വീണ്ടും കാണാം. ബൈ.